അപ്പോൾ എന്താണ് ട്രേഡിംഗ്? എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം? പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇങ്ങനെ ഏറ്റവും തുടക്കക്കാരനായിട്ടുള്ള ഒരാൾക്ക് ട്രേഡിങ്ങിനെ പറ്റി അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളല്ല ഈ വീഡിയോയിലുണ്ട്. അത് മാത്രമല്ല, കുറെ സ്ക്രീൻസ് ഒക്കെ വെച്ച് കുറെ ചാർട്ടൊക്കെ ഫ്രണ്ടിൽ തുറന്നു വെച്ച് ആളുകളൊക്കെ ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണോ അല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ പോലും കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റാർട്ടിംഗ് ട്രബിളോട് കൂടി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ആൾക്കും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആവും. ലോകത്തിലുള്ള എല്ലാ ട്രേഡേഴ്സും ഒന്നും അറിയാത്ത ഒരാളായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ഇത് ആർക്കും ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു കഴിവോ അറിവോ ഒന്നുമല്ല. സോ ഈ വീഡിയോ നിങ്ങൾക്കും ഒരു തുടക്കമാവട്ടെ. തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡിയും റിസർച്ചും നിങ്ങളുടേതായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റും എല്ലാം അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിക്കാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം കേട്ടിട്ട് ഈ സെക്ഷൻ മാത്രം മിസ്സാക്കി കളഞ്ഞിട്ട് പോകരുത്. ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് ഈ വീഡിയോ തുടങ്ങുമ്പോഴുള്ളൂ. പണ്ട് കാലത്ത് എൻ്റെ വല്യപ്പച്ചനൊക്കെ കാളവണ്ടിയിൽ തേങ്ങ കയറ്റി ആലപ്പുഴ കൊണ്ട് വിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗുഡ്സ് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സംഭവത്തിലാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഗുഡ്സിന് പകരം നമ്മൾ സ്റ്റോക്സ് അതല്ലെങ്കിൽ കമ്പനികളുടെ ഷെയർസ് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ട്രേഡ് നമ്മുടെ ചുറ്റും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഒരു കടയിൽ ചെന്നാൽ അവിടെ പോലും അത് നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചെറിയ വണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ ആളുകൾ വരാറുണ്ട്. അവിടെ നടക്കുന്നത് ഈ ട്രേഡിംഗ് തന്നെയാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ നടക്കൂ. നമുക്ക് അവിടെ മാത്രമേ ഇത് ചെയ്യാനും സാധിക്കൂ. ഇനി എൻ്റെ വീട്ടിൽ ഇപ്പോൾ അരി തീർന്നു. നമ്മുടെ നാട്ടിലുള്ളൊരു മാർക്കറ്റിൽ പോയി ഞാൻ അരി വാങ്ങും. ഇതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു HDFC ബാങ്കിന്റെ ഷെയർ തീർന്നു പോകുമ്പോഴാണോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി HDFC ബാങ്കിന്റെ ഷെയർസ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ HDFC ബാങ്കിന്റെ ഷെയർ ഉണ്ട് എന്ന് കരുതുക. അത് വിൽക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. വേറെ ഒരാൾ അത് വാങ്ങിക്കാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എനിക്കത് വിൽക്കാൻ സാധിക്കും. ഈ ട്രാൻസാക്ഷൻ നടക്കും, ഈ ട്രേഡ് നടക്കും. ഞാനിത് വിൽക്കാനുണ്ടായ കാരണം എന്താണ്? പല കാരണങ്ങളാവാം. ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഷെയർ വിറ്റ് കിട്ടുന്ന പൈസ എനിക്കിപ്പോൾ ചിലപ്പോൾ ആവശ്യം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ആ കമ്പനി അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. ഇനി ഇതൊന്നും അല്ല, ഞാൻ ആ സ്റ്റോക്ക് വാങ്ങിയപ്പോൾ ഉള്ള വിലയേക്കാളും കൂടുതലാണ് ഇപ്പോൾ ആ സ്റ്റോക്കിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളതെങ്കിൽ അത് വിറ്റ് ലാഭം എടുത്തേക്കാമെന്ന് ഞാൻ കരുതിയേക്കാം. അതുമാകാം വിൽക്കാനുള്ള കാരണം. ഇതേപോലെ തന്നെ അപ്പുറത്ത് നിന്ന് വാങ്ങുന്ന ആളുകൾക്കും ഇത് വാങ്ങുന്നതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റു കാരണങ്ങൾ കണ്ടേക്കാം. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലോട്ട് വരുമ്പോൾ പ്രൈസ് കൂടുന്നത് കൊണ്ട് മാത്രമാവണം എന്നില്ല ഞാൻ വിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ വിൽക്കൽ വാങ്ങൽ കൊണ്ട് എനിക്ക് ലാഭം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പ്രൈസ് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും നമുക്ക് പണം കിട്ടുന്ന മാർഗ്ഗങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഞാനതൊക്കെ പറയാം. പക്ഷേ ഞാൻ ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞുവെങ്കിലും ഈ ട്രേഡിംഗ് തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് പെട്ടെന്ന് ഏതൊക്കെ തരത്തിലുള്ള ട്രേഡിംഗ് ആണുള്ളതെന്ന് നോക്കാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ചേരുമോ എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. ഓൾറൈറ്റ്. അപ്പോൾ ഈ സ്കാൽപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? നമ്മുടെ തലയിലെ മുകളിലെ ഈ സ്കിന്നിന്റെ പേരാണ് ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വലിയ ഡീപ്പ് ലെവലിലോട്ടൊന്നും ഇറങ്ങാതെ ജസ്റ്റ് ഒന്ന് വന്ന് ടച്ച് ചെയ്ത് പോയി ലാഭം എടുത്ത് പോകുന്ന ഒരു പരിപാടിയുണ്ട് ട്രേഡിങ്ങിൽ. അതിനെയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റോക്കിന്റെയും പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിന്റെ വളരെ ചെറിയ മൂവ്മെന്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എൻ്റർ ചെയ്ത് ലാഭം എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ആയി പോകുന്ന ഒരു പരിപാടിയാണ് ഈ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില 50 രൂപയാണെന്ന് കരുതുക. ആ സ്റ്റോക്കിന്റെ വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ 50 രൂപയിൽ ഞാൻ ഈ സ്റ്റോക്ക് തന്നെ 2 ലക്ഷം യൂണിറ്റ് വാങ്ങിച്ചു. ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് വളരെ ചെറുതാണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റോക്ക് 50 രൂപയിൽ നിന്നും 50 രൂപ 50 സെന്റിലേക്ക് മുകളിലോട്ട് പോയി. അപ്പം തന്നെ ഞാൻ വാങ്ങിയ 2 ലക്ഷം സ്റ്റോക്ക് ഞാൻ വിറ്റ് പൈസയാക്കി. എനിക്ക് ലാഭം 1 ലക്ഷം രൂപ. ഇത് മൂവ് ചെയ്തത് 50 പൈസ ആണെങ്കിൽ പോലും എനിക്ക് കിട്ടിയ ലാഭം 1 ലക്ഷം രൂപയാണ്. അപ്പൊ ഇങ്ങനെയാണ് സ്കാൽപ്പിംഗ് ചെയ്യുന്നത്. കുറച്ച് സെക്കൻഡുകൾ കൊണ്ടോ കുറച്ച് മിനിറ്റുകൾ കൊണ്ടോ തന്നെ ഈ പരിപാടി തീർത്ത് എക്സിറ്റ് ആയി പോകുന്ന ഈ ഒരു പരിപാടിയാണ് സ്കാൽപ്പിംഗ്. വളരെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധയോടുകൂടി ഇരുന്ന് കൃത്യമായിട്ടുള്ള എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി രണ്ടാമത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും ഡേ ട്രേഡിംഗ്. ഡേ എന്ന് വെച്ചാൽ എന്താണ്? ദിവസം. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റോക്ക് നമ്മൾ ഇന്നത്തെ ദിവസം വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മേ ബി നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് കുറച്ച് മിനിറ്റ്സ് വെക്കുമായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കയ്യിൽ വെക്കുമായിരിക്കും. നമ്മൾ രാവിലെ കയറിയ ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് രാത്രിയിലൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഈ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കൂ. ഇനി മൂന്നാമത്തത് ഈ സ്വിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് അറിയുമോ? ഇങ്ങനെ ഒരു ആട്ടം കൈൻഡ് ഓഫ് മൂവ്മെന്റിനാണ് നമ്മൾ സ്വിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു പെൻഡുലം എടുക്കുക. പെൻഡുലം സ്വിംഗ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ. ഒരു സ്റ്റോക്കിന്റെ വില ഇങ്ങനെ ഒരു പെൻഡുലം മൂവ് ചെയ്യുന്ന പോലെ അപ്സും ഡൗൺസും ഒക്കെ കാണും. ഇനി ഞാനൊരു ട്രേഡർ ആണെങ്കിൽ ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഇങ്ങനെ
പെൻഡുലം പോലെ മൂവ് ചെയ്യുന്നത് ഞാൻ വാച്ച് ചെയ്യും. അതിനുശേഷം ആ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഇവിടെ എത്തുമ്പോൾ ഞാൻ ഈ ട്രേഡിലേക്ക് ചാടി കയറും. അതിനുശേഷം ആ പെൻഡുലം മുകളിലോട്ട് കയറുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അവിടെ നിന്നും ആ പെൻഡുലത്തിന്റെ ഡയറക്ഷൻ താഴോട്ടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാടി ഇറങ്ങും, പ്രോഫിറ്റ് എടുത്ത് പുറത്തു പോകും. എന്നിട്ട് ഈ പ്രൈസ് പിന്നെയും താഴോട്ട് പോകും. ഇവിടെ എവിടെയെങ്കിലും വെച്ച് പിന്നെയും എനിക്കൊരു എൻട്രി കിട്ടുമോ എന്ന് ഞാൻ നോക്കും. വെയിറ്റ് ചെയ്തിരുന്ന് പിന്നെയും ഒരു എൻട്രി എടുക്കും. അത് മുകളിലോട്ട് പോകുമ്പോൾ പിന്നെയും ഞാൻ ചാടി ഇറങ്ങും. ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എപ്പോഴും ഇങ്ങനെ കൃത്യമായിട്ടൊരു പെൻഡുലം മൂവ് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ അസംഷൻസും നമുക്കറിയാവുന്ന ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് വരാനുള്ള കാരണം. ഈ സ്വിംഗ് ട്രേഡിംഗ് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ടായിരിക്കും നമ്മൾ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റു ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ഈ സ്വിംഗ് ട്രേഡിംഗിന്റെ തന്നെ ഒരു കസിനായിട്ട് വരും. സ്വിംഗ് ട്രേഡിംഗ് പോലെ ദിവസങ്ങളോ ആഴ്ചകളോ അല്ല, ഒരു ട്രേഡ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ അതിനെ നമുക്ക് പൊസിഷണൽ ട്രേഡ് എന്ന് വിളിക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ട്രേഡും നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്ക്, ആ ചൂസ് ചെയ്യുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ആ കമ്പനി ഫണ്ടമെന്റലി ഗുഡ് ആണോ, അത് നല്ല കമ്പനിയാണോ എന്നൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആകെ ഫോക്കസ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് മാത്രമാണ്. ഈ പ്രൈസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഒരു എൻട്രി എടുക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഈ പൊസിഷണൽ ട്രേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിത് കുറച്ച് നാളത്തേക്കാണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇന്ന ഇൻഡസ്ട്രി, ഇപ്പം EV കാർസിന്റെ ബാറ്ററി ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, അത് ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ വളരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 3-4 കമ്പനി കണ്ടുപിടിച്ചിട്ട് അവിടെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് കുറച്ച് വാങ്ങിച്ചു. ഒരു വർഷത്തിനകമോ മേ ബി 6 മാസം 1 വർഷത്തിനകമോ ഇവരുടെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. എൻ്റെ കണക്കുകളിൽ നിന്നും എൻ്റെ റിസർച്ചിൽ നിന്നും എനിക്കത് മനസ്സിലായി. അതിനുശേഷം ഇത് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ 6 മാസത്തിനകമോ 8 മാസത്തിനകമോ ഞാൻ എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നു. ഇതാണ് പൊസിഷണൽ ട്രേഡിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽസും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അത്യാവശ്യം ഒരു അറിവും ബോധവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പൊസിഷണൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമ്മൾ ഈ പൊസിഷണൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു കമ്പനിയുടെ ഫണ്ടമെന്റൽസിനെ പറ്റിയുള്ള അറിവ് കുറച്ച് വേണമെന്നുള്ളത്. എന്താണ് ഈ ഫണ്ടമെന്റൽസ്? നമ്മളിപ്പോൾ BSEയുടെയോ NSEയുടെയോ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ കമ്പനിയുടെ EPS എന്താണ്, PE റേഷ്യോ എന്താണ്, റവന്യൂ എന്താണ്, ROE എന്താണ്, ബുക്ക് വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോസ്റ്റ്ലി ഒരു ട്രേഡേഴ്സ് ഇങ്ങനത്തെ ഒരു കാര്യം അറിയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ഒരു ട്രേഡർ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇൻ മോസ്റ്റ് കേസസ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ട്രേഡിംഗ്, ഏതൊക്കെ തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്, എങ്ങനെയാണ് ട്രേഡിംഗിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് എന്താണ്. പക്ഷേ അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ട്രേഡർ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുമ്പോട്ട് മേളിലോട്ടോ താഴോട്ടോ പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് ഒരു എൻട്രി എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രേഡർക്ക് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ടാണോ താഴോട്ടോ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് അവർ അപ്ലൈ ചെയ്യുന്ന അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്കാർക്കും ലോകത്തിലുള്ള ഒരാൾക്കും ഒരു സ്റ്റോക്കിന്റെയും മുന്നോട്ടുള്ള മൂവ്മെന്റ് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, 100% സാധിക്കില്ല. പക്ഷേ അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് ഒരു പാറ്റേൺ മുന്നോട്ട് കണ്ടുപിടിച്ച് അതല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ഒരു 2 കാര്യങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 അപ്രോച്ച് എന്ന് പറയുന്നതിൽ ഒന്ന് ഈ പ്രൈസ് ആക്ഷൻ ആണ്. ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിനെ തന്നെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം പഠിച്ച് ഇതൊക്കെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് ട്രേഡർ ആവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മേലിൽ പറഞ്ഞ എന്ത് കാര്യവും നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രഡിക്ഷൻസ് നടത്താം. എന്തൊക്കെ ചെയ്താലും അൾട്ടിമേറ്റ്ലി നടക്കാൻ പോകുന്നത് നമ്മുടെ പ്രഡിക്ഷൻ ശരിയായാൽ നമുക്ക് ലാഭം ഉണ്ടാവും, നമ്മുടെ പ്രഡിക്ഷൻ തെറ്റിപ്പോയാൽ നമുക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് എപ്പോഴും മുകളിലോട്ട് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഈ സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ടാണ് പോകാൻ പോകുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് പകരം ഈ സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാം, അങ്ങനെയും നമുക്ക് ലാഭം കിട്ടും. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് ശരിയായിട്ട് വന്നാൽ നമുക്ക് ലാഭം കിട്ടും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് തെറ്റിയാൽ നമുക്ക് നഷ്ടം സംഭവിക്കും. പിന്നെ നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് ആ സ്ട്രാറ്റജി നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വാക്ക് പറയുന്ന പോലെ തന്നെ പുറകിലോട്ട് പോയി ടെസ്റ്റ് ചെയ്യാം. ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഏതൊരു സ്റ്റോക്ക് എടുത്താലും അതിന്റെ ഗ്രാഫൊക്കെ അവിടെ തന്നെ കാണും. അപ്പോൾ പുറകിലോട്ട് പോയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണോ നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് തന്നെയാണോ വരുന്നത് എന്ന്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് നമുക്കൊന്ന് അറിയാനായിട്ടാണ് ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. പക്ഷേ വളരെ ഫേമസ് ആയിട്ടുള്ള പല സ്ട്രാറ്റജികളും അത് ഹിസ്റ്റോറിക്കലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് മുന്നോട്ട് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്
ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആളുകളുടെ ബിഹേവിയർ, മറ്റുള്ള കണ്ടീഷൻസ്, ഇക്കണോമിക് കണ്ടീഷൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാരണത്താലാണ് ഇതിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വർഷം അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് വർക്ക് ചെയ്തിട്ടുന്ന ഒരു സ്ട്രാറ്റജി ഇപ്പോഴും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി അതനുസരിച്ച് ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രേഡും പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടോ? അങ്ങനെ പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രേഡും പ്രോഫിറ്റബിൾ ആവണമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ലോകത്തിലുള്ള ഒരു ട്രേഡർക്കും അവർ ചെയ്യുന്ന 100 ട്രേഡിൽ 100 ട്രേഡും പ്രോഫിറ്റ് ആക്കാൻ സാധിക്കില്ല. അപ്പോൾ ലോസ് ഉണ്ടാകും എന്നറിയാമായിട്ട് പോലും ഇവരെന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? ഞാനതൊരു എക്സാമ്പിളിൽ കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു. ഞാൻ ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. ആ സ്ട്രാറ്റജി കൊണ്ട് ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, ഞാൻ 10 ട്രേഡ് എടുത്താൽ അതിൽ 3 ട്രേഡ് മാത്രം എനിക്ക് പ്രോഫിറ്റ് കിട്ടൂ, ബാക്കി 7 ട്രേഡും എനിക്ക് നഷ്ടമായിരിക്കും. പക്ഷേ ഈ സ്ട്രാറ്റജിയുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:5 ആണ് എന്നും കരുതുക. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ 1:5 എന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് 1:5. അതായത് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ 5000 രൂപ ഉണ്ടാക്കും, പക്ഷെ എനിക്ക് ലോസ് വരുന്ന സമയത്ത് 1000 രൂപയായിരിക്കും വരുന്നത്. അതായത് ഓരോ തവണയും 5000 രൂപ ഉണ്ടാക്കാനുള്ള ട്രേഡിന് വേണ്ടി ഞാൻ എൻ്റെ 1000 രൂപ റിസ്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 10 ട്രേഡ് ചെയ്യുന്ന സമയത്ത് 7 ട്രേഡ് എനിക്ക് നഷ്ടമായിരിക്കും, 3 ട്രേഡ് മാത്രം എനിക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ 10 ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 3 ട്രേഡ് എനിക്ക് ലാഭം, 3 × 5000. പക്ഷേ 7 ട്രേഡ് എനിക്ക് നഷ്ടം. അപ്പോൾ 7000 അതിൽ നിന്ന് പോയി. എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 8000. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ സ്ട്രാറ്റജിയുടെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ കണക്ക് ഞാൻ പറഞ്ഞപ്പോഴും ഇത് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുത്താൽ മാത്രമേ അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 10 ട്രേഡ് ചെയ്യുമ്പോൾ 7 ട്രേഡ് എനിക്ക് നഷ്ടമാണ്. ഞാൻ ആദ്യം ചെയ്ത 5 ട്രേഡ് തന്നെ എനിക്ക് ലോസ് ആയി കഴിഞ്ഞാൽ, ഞാൻ അവിടെ വെച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ലാഭം ഒരിക്കലും വന്നില്ല എന്ന് വരും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ആ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്താം. ഒന്നാമത്തെ കാര്യം, സെബിയുടെ കണക്ക് പ്രകാരം 100 പേര് ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ 9 പേര് മാത്രമാണ് ലാഭം ഉണ്ടാക്കുന്നത്. ബാക്കി 91 ആളുകളും നഷ്ടം തന്നെയാണ് ട്രേഡിംഗ് വഴി ഉണ്ടാക്കുന്നത്. ഈ 9 പേരിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ എപ്പോഴും വെക്കണം. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നല്ല രീതിയിൽ സമയം മെനക്കെട്ട് വർഷങ്ങളോളം സ്പെൻഡ് ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ട്രേഡറായിട്ട് മാറാനേ സാധിക്കും. ഒരു ക്വിക്ക് മണി ഓപ്ഷനായിട്ട് ആരെങ്കിലും നിങ്ങളടുത്ത് ഈ ട്രേഡിംഗ് അവതരിപ്പിച്ച് അവർ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഫ്രോഡാണ് എന്ന് അപ്പം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, വളരെ ചെറിയ ക്യാപിറ്റലിൽ നമ്മൾ ചെയ്ത് പഠിക്കാൻ ആദ്യം ശ്രമിക്കുക. ഒന്നീ പേപ്പർ ട്രേഡിംഗ് ചെയ്യുക. പേപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പൈസ ഇൻവോൾവ് ആവാതെ ചുമ്മാ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് പേപ്പറിൽ ട്രേഡ് ചെയ്യുന്നതിനെയാണ് പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒന്നിൽ പേപ്പർ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള 1000-2000 രൂപ വെച്ച് ട്രേഡ് ചെയ്ത് പഠിച്ച് മുമ്പോട്ട് വന്നതിന് ശേഷം മാത്രം കൂടുതൽ ക്യാപിറ്റൽ ഇൻവോൾവ് ആക്കുക. വീട് വെക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ ലോൺ അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ ഒന്നും എടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ട്രേഡിംഗ് വെരി 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 റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമല്ല ട്രേഡിംഗ്. നിങ്ങളെ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ആയിട്ട് ആരെങ്കിലും വന്നാൽ, ഒരു കോഴ്സ് സെല്ല് ചെയ്യാൻ വന്നാൽ അപ്പം തന്നെ അടിച്ചോടിച്ച് വിടുക. അത് ഇമ്പോസിബിൾ ആണ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ അവരുടെ വെരിഫൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിക്കാൻ പറയുക. എഡിറ്റഡ് ആയിട്ട് PDF അവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല. ഒരു നല്ല ട്രേഡിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ അവിടെ വെരിഫൈഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറയുക. എന്നിട്ട് മാത്രം അവരുടെ കോഴ്സിൽ ചേരാനോ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകാനോ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ലോജിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യണം ഈ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവം ചെയ്യുന്ന സമയത്ത്. ഓൾറെഡി അപ്പോൾ ഈ വീഡിയോ ഇത്രമേ ഉള്ളൂ. എനിക്കറിയാം ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഒരു ട്രേഡിംഗ് വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു ചാർട്ടോ ഗ്രാഫോ സ്ക്രീൻ റെക്കോർഡിങ്ങോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇതൊന്ന് പറഞ്ഞു തരിക എന്നുള്ളത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് എനിക്ക് അറിയില്ല. ഈ വീഡിയോ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഞാനത് മനസ്സിലാക്കും. ഇനിയും ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി, നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ട്രേഡ് ചെയ്താലും ലോങ് ടേം ഇൻവെസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് മറന്നു പോകണ്ട. ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ചെയ്യാനും തുടങ്ങാനും താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വീഡിയോസ് കണ്ട് മുന്നോട്ട് പോകാം.